ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ലിബറേഷൻ ഡേ. ലോക രാജ്യങ്ങൾ, അത് മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ബന്ധപ്പെട്ട ആളുകൾ മാത്രമല്ല, ലോക രാജ്യം മുഴുവൻ കാത്തിരുന്ന അദ്ദേഹത്തിന് പുതിയ ഒരു താരിഫായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ വന്നു. യു എസ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പേ യു എസ് ഫ്യൂച്ചർ 1000 പോയിന്റിൽ, ഏകദേശം ഇപ്പോൾ 1100 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏഷ്യൻ, യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. ഈ ഒരു ഇടിവിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റാണ്. നിഫ്റ്റി 85 പോയിന്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു, ശരിയാണ്. സെൻസെക്സും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. പക്ഷേ ബാങ്ക് നിഫ്റ്റി 250 പോയിന്റ് പ്ലസ് ആയിരുന്നു. കൂടാതെ തന്നെ ഫിനാൻഷ്യൽ നിഫ്റ്റി 25 പോയിന്റ് മാത്രമാണ് മൈനസ് ആയിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഇന്ത്യൻ മാർക്കറ്റിനെ ഇത് ഗ്ലോബൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് അതിനോടൊപ്പം തന്നെ റിയാക്ട് ചെയ്യപ്പെടാതെ ഒന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് HCL ടെക്, വിപ്രോ, ടെക്കം തുടങ്ങിയ IT കമ്പനീസിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷർ എവിഡൻ്റ് ആയിരുന്നു. പക്ഷേ ഫാർമ സെക്ടറിൽ ഈ ഒരു താരിഫിൽ നിന്ന് ഫാർമ സെക്ടർ ഒഴിഞ്ഞു നിന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഇന്ന് ഫാർമ സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. സൺഫാർമ 4% റാലി, സിപ്ല 4% റാലി, ഗ്ലാൻ ഫാർമ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ എല്ലാ സെക്ടറും ഈ ഒരു താരിഫ് ഹൈക്കിൽ നിന്ന് മാറിയോ എന്ന് ചോദിച്ചാൽ അതില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിച്ചിട്ടുള്ളത് ഈ ഒരു സമുദ്ര ഉൽപ്പന്നങ്ങൾ, സീ ഫുഡുകൾ എല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെയാണ്. ഇന്ന് ആവാന്തി ഫീഡ് എന്ന് പറഞ്ഞ കമ്പനി 15% ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് US നിന്ന് ഇന്ത്യ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഫിഷ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സാൽമണാണ്. വെറും 340 കോടി രൂപയുടെ ബിസിനസ് മാത്രമാണ് US നിന്ന് സാൽമൺ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് ഓൾറെഡി 30% താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ. എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഷ്രിമ്പും അങ്ങനെയുള്ള ഈ സീ ഫുഡ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതോ 34,000 കോടി രൂപയുടെ ബിസിനസ്സാണ് ഇന്ത്യ US-ഉമായിട്ടും നടത്തുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നത് 34,000. പക്ഷെ അതിന് അവിടെ ഈ ഇന്ത്യ ഏർപ്പെടുത്തിയ പോലെ ഒരു താരിഫ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏർപ്പെടുത്തി, 30% ഏർപ്പെടുത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഷ്രിമ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്ന, സീ ഫുഡ് ബിസിനസ് ചെയ്യുന്ന കമ്പനീസിൽ ഇടിവുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ സെക്ടറിലെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഇനി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വലൻ്റ് ആയിട്ട് ആയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. റഷ്യക്ക് ഉണ്ടായിരുന്നില്ല, കൂടാതെ തന്നെ ഉത്തര കൊറിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇരു രാജ്യങ്ങളിലും ഓൾറെഡി തന്നെ താരിഫ് നിലനിൽക്കുന്നുണ്ടെന്നുകൊണ്ട് മാത്രമാണ് ഈ രാജ്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ ആ ഒരു ലിസ്റ്റിൽ ഇല്ലാതിരുന്നത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് മറ്റുള്ളൊരു രസകരമായിട്ടുള്ള കാര്യം, ഇന്ന് ബാങ്കിങ് സെക്ടറിലെ HDFC ബാങ്ക് ആവട്ടെ, ICICI ആവട്ടെ, അതല്ലെങ്കിൽ കൊട്ടാക് ആവട്ടെ, ഈവൻ SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളും വലിയ തോതിൽ ബാങ്ക് നിഫ്റ്റീനെ ഹെൽപ്പ് ചെയ്തില്ല. പക്ഷേയോ IDFC ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ കമ്പനികളുടെ പെർഫോമൻസ് കൊണ്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി 250 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തിയത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകൾ ഉള്ളെങ്കിൽ കൂടിയും അതിലൊരു 4 സ്റ്റോക്കുകൾ ഒന്ന് ഒത്തുപിടിച്ചാൽ മുൻനിര ഹെവി വെയിറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള HDFCയോ ICICI ബാങ്കോ കൊട്ടാക്കോ പെർഫോമൻസ് നടത്തിയില്ലെങ്കിൽ കൂടിയും ഞങ്ങൾക്കത് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കമ്പനീസ് തെളിയിച്ചിട്ടുള്ളത് ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസിറ്റിവിറ്റി ഇന്ന് നിഫ്റ്റിയിലേക്കും മറ്റുള്ള ഇൻഡെക്സിലേക്കും അത് സ്പ്രെഡ് ചെയ്യാനായിട്ടും പറ്റിയിട്ടുള്ളത്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. അതിന് മുമ്പ് ഈ ബേസിക് സ്വിംഗ് കോഴ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച ദിവസം നമ്മൾ കൊച്ചി ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ, ചാർട്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല ആളുകളും മാർക്കറ്റിൽ വലിയ തോതിൽ ഒരുപാട് നാളായിട്ട് മാർക്കറ്റിലുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റലി ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാനോ ടെക്നിക്കലി ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാനോ ഒന്നും തന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് പോലും അറിയില്ല. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് ശനിയാഴ്ച ദിവസം നടക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നേരെ ഒന്ന് നോക്കാൻ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ. ഇന്ത്യ വിക്സ് കാണാം 1.2% ഫോള്. ഡോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1159 പോയിൻറ്റിൻ്റെ ഇടിവാണ്. US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പേ US ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കുന്നത്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 2.7%, കൊറിയ ഇടിഞ്ഞു, ചൈന ഇടിഞ്ഞു, എന്നാൽ അത്ര കണ്ട് ഇടിഞ്ഞില്ല. ഓസ്ട്രേലിയ ഇടിഞ്ഞു,
ഗോൾഡിലും ഒരു $26 ഇടിവുണ്ടായി, $3100. ബ്രന്റ് ഓയിൽ 71, ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോയിനും 1531 പോയിൻ്റാണ് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിയുന്നുണ്ട്. പക്ഷേ ആ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിയുന്നതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയല്ല നമ്മളെ മാർക്കറ്റിൽ നിന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഫാർമ സെക്ടറും ബാങ്കിങ് സെക്ടറും എല്ലാം തന്നെ മാർക്കറ്റിന് ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫർദറായിട്ട് ഇടിയാനായിട്ട് കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിന്നെ നമുക്ക് വളരെ റീസെൻ്റായിട്ട് വന്ന FISൻ്റെ ബൈയിങ്, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് FIS ബൈ ആയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. എങ്കിലും FIS കുറേ നാളുകൾക്ക് ശേഷം ബൈയിങ് മോഡിലേക്ക് തിരികെ വന്നു. അപ്പോൾ ആ ഒരു ബൈയിങ് മോഡിലേക്ക് തിരികെ വന്ന ആ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് DISന് കുറച്ച് ഓഫ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ DISന് ഇപ്പോൾ കാര്യക്ഷമമായിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ തക്കവണ്ണം അവരും കുറച്ചും കൂടിയും സ്റ്റേബിൾ ആയിട്ടുണ്ട്. കാരണം അവർ നല്ല പ്രോഫിറ്റിലാണ് എല്ലാം തന്നെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് ഗുണകരമായിട്ടുണ്ട്. മാർക്കറ്റിനെ കുറിച്ചൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ഇല്ല എങ്കിലും ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. എനിവേ, കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതും വിപണിയിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളാണിത്, ബൈ സെൽ റെക്കമെൻഡേഷനേ അല്ല. BHEL കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു വാർത്തയുള്ളത്, ന്യൂസുള്ളത്, രാജസ്ഥാനായിട്ട് അവരൊരു കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പവർ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഹിറ്റാച്ചിയും BHELും കൂടിയാണ് ചെയ്യുന്നത്. തേജസ് നെറ്റ്വർക്ക് കമ്പനി BSNLൻ്റെ ഭാഗത്തു നിന്ന് 61,000 കോടി രൂപയുടെ 5G സ്പെക്ട്രത്തിൻ്റെ എക്സ്പാൻഷൻ പ്രൊജക്റ്റ് തേജസ് നെറ്റ്വർക്കിന് ലഭിച്ചു. IDBI ബാങ്ക് കമ്പനി ബിസിനസ് അപ്ഡേറ്റ് റിപ്പോർട്ട് വന്നു. ഡെപ്പോസിറ്റ് എല്ലാം തന്നെ 12% വളർച്ച കമ്പനി കൈവരിച്ചതായിട്ടുള്ള വാർത്തകളുണ്ട്. BEL കമ്പനിക്ക് 593 കോടി രൂപയുടെ ഓർഡർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചതായിട്ടുള്ള ന്യൂസുണ്ട്. ശക്തി പമ്പ് കമ്പനി പുതിയ സോളാർ പവർ വാട്ടർ പമ്പിംഗ് സിസ്റ്റം ഓർഡർ മഹാരാഷ്ട്രയുടെ ഭാഗത്ത് നിന്ന് കമ്പനിക്ക് ലഭിച്ചു എന്നുള്ള ന്യൂസ്. പൂൻവാല കമ്പനി 42% ഇവരുടെ AUM ഗ്രോത്ത് ഉയർന്നതായിട്ട് കമ്പനി പറഞ്ഞു. ഡാൽമിയ ഭാരത് സിമെൻറ്റ് കമ്പനി സിമെൻറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുന്നു എന്നുള്ള ന്യൂസുണ്ട്. ഒല കമ്പനി സെയിം ഡേ ഡെലിവറി സെയിം ഡേ രജിസ്ട്രേഷൻ വിത്ത് ഡെലിവറി കമ്പനി ആദ്യമായിട്ട് ഇന്ത്യയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ അഡ്വാൻസ് 19% അപ്പായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഉള്ളത്. മറ്റുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. നിങ്ങൾ എല്ലാ ആളുകൾക്കും, ഇത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും അതല്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ജനറൽ എക്കണോമിക് ഡേറ്റാസാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരമുണ്ട്, പക്ഷെ അല്ലാത്തവർക്കും ഉപകാരം കിട്ടണം എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ന്യൂസുകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.